ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു USB മൊഡ്യൂളിനെ പറ്റിയാണ്. ഇതിപ്പം അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലാണത്. ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു മൊഡ്യൂൾ വാങ്ങിച്ചത്. അപ്പോൾ ഇതെന്ന് ചെയ്യുമ്പോൾ ഗ്രാഫിക്കൽ നല്ല മൊബൈൽ ഫോണിലൊക്കെ വരുമ്പോഴത്തെ ടൈപ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത്. കാണാൻ നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് പാനൽ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ ഇത്തിരി പാടാണ്. എന്നാലും നല്ല വലിയ സ്ക്രീനാണ് ഇത് വരുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം. പിന്നെ ഇത് വരുന്നത് ഈ ഒരു ബോർഡ് ഇതിൻ്റെ കൂടെ ചേർന്നാണ് വരുന്നത്. ഇത് നമുക്ക് ബ്രേക്ക് ചെയ്ത് വെക്കണം. ബ്രേക്ക് ചെയ്തിട്ടൊരു കണക്ഷനുണ്ട്. ഈ സ്വിച്ച് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഉപയോഗിക്കണ്ട. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് ഈ ബോർഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് പുറമെ നമ്മുടെ SD കാർഡിൻ്റെ സ്ലോട്ട് വരുന്നുണ്ട്, ഒരു ഹെഡ്ഫോൺ ഔട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു USB-യുടെ സ്ലോട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു ഹെഡ്ഫോണിൻ്റെ ഇന്ന് വരുന്നുണ്ട്, പിന്നെ 2 എൻകോഡർ വരുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ IR സെൻസർ, പിന്നെ ഇതിൻ്റെ പവർ കണക്ട് ചെയ്യാൻ ഒരു കേബിള്, പിന്നെ ഈ ഒരു കേബിള്. ഇതെന്തിനാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് എന്തിനാണെന്നുള്ള കാര്യം ഇപ്പോൾ അറിയത്തില്ല. ഇത് I2C പ്രോട്ടോക്കോൾ സംഭവം അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് നോക്കിയിട്ടില്ല ഇത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. പിന്നെ റിമോട്ട് നമ്മുടെ സാധാരണ ഒരു 150 രൂപ മൊഡ്യൂളിൽ കിട്ടുന്നതിൻ്റെ അത്ര ക്വാളിറ്റി ഒക്കെ ഉള്ളൂ, സാധാരണ റിമോട്ട്. പക്ഷേ ഇപ്പോൾ ഈ റിമോട്ട് കിറ്റിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം നമുക്കിപ്പോൾ 700 രൂപ മൊഡ്യൂളിലൊക്കെ അത്യാവശ്യം നല്ല റിമോട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ റിമോട്ട് കിറ്റിൻ്റെ ഏകദേശം നമുക്കിപ്പോൾ 2000 മുതൽ 2500 രൂപ വരെയാണ് ഓരോ സ്ഥലത്ത് ഓരോ വിലയാണ്. അപ്പോൾ ഈ വിലയ്ക്ക് ഈ റിമോട്ട് അത്ര നല്ലതല്ല. നമുക്കിതിനെ കണക്ഷൻസൊക്കെ കൊടുത്തൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളതിൻ്റെ കണക്ഷൻസ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഓണായി വരുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഒന്ന് ഓഫാക്കിയിട്ട് ഓണായി കാണിച്ചു തരാം. ഓണാകുമ്പോൾ ഇങ്ങനെ വെൽക്കം മ്യൂസിക് പ്ലെയർ എന്ന് പറഞ്ഞാണ് ഓണായി വരുന്നത്. എന്നിട്ട് ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്. അപ്പോൾ ഇത് നമുക്ക് റിമോട്ടിൽ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് കൺട്രോൾ ചെയ്താണ് ബ്ലൂടൂത്ത്. ഇപ്പോൾ ഈ മെയിൻ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് PC മോഡ്, സിസ്റ്റം, മ്യൂസിക്, ബ്ലൂടൂത്ത്, ഓക്സിൻ്റെ ലൈൻ ഇൻപുട്ട്, PC മോഡ്, ഇത്രയാണ് വരുന്നത്. ഈ സിസ്റ്റത്തിൻ്റെ അകത്താണ് നമുക്ക് സെറ്റിങ്സ്, ബാക്ക് ലൈറ്റ് ടൈം, ബാക്ക് ലൈറ്റ് ബ്രൈറ്റ്നസ്, ഇക്വലൈസർ, ലാംഗ്വേജ്, ഇതൊക്കെ നമുക്ക് ഇതിലാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഇക്വലൈസർ വരെയാണ് നമുക്കിപ്പോൾ ഏകദേശം 10 ബാൻഡ് ഇക്വലൈസറാണ് വരുന്നത്. അതിൽ കുറച്ച് മോഡുണ്ട്, റോക്ക്, പോപ്പ്, ക്ലാസിക്, ഇങ്ങനെ കുറച്ചുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഇതാണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. പിന്നെ USB, ബ്ലൂടൂത്ത്, ഇതൊക്കെ നമ്മൾ സാധാരണ മൊഡ്യൂളിലുള്ള എല്ലാ ഓപ്ഷൻസിലുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഇത് നമുക്ക് ആംപ്ലിഫയർ അസംബിൾ ചെയ്യുമ്പോൾ ഇത്തിരി പാടാണ്. കാരണം ഇത്രയും സാധനം നമുക്ക് കണക്ട് ചെയ്യണം. ഒരു പാനലൊക്കെ ചെയ്ത് ഇത്രയും കണക്ട് ചെയ്തെടുക്കുമ്പോൾ ഇത്തിരി പാടാണ്. അതുപോലെ ഇതിൽ നമുക്ക് 2 എൻകോഡർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് SD കാർഡ്, ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഉപയോഗിക്കുമ്പോൾ USB-യും ഈ 2 എൻകോഡറും പിന്നെ ഓഡിയോ ഔട്ട്, ഇന്ന് ഇത്രയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഈ സ്വിച്ച് വേണമെന്നുള്ളവർക്ക് ഉപയോഗിക്കാം. പക്ഷേ പാനൽ ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും. പിന്നെ ഈ മൊഡ്യൂളിൻ്റെ പ്രത്യേകത നമുക്ക് വേവ് ഫ്ലാഗ് ഫയലൊക്കെ നമുക്ക് ഡയറക്റ്റ് ഇതിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. ആ ഓഡിയോയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ബ്ലൂടൂത്ത്, ഞാൻ ഈ പെൻ ഡ്രൈവിൽ കുറച്ച് വേവ് ഫ്ലാഗ് ഫയൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. കണ്ടേ, ഇതിപ്പോൾ വേവ് ഫയലാണ്. നമ്മൾ ഈ സോങ് പ്ലേ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ചെറിയ വ്യൂ മീറ്ററിൻ്റെ പോലെ സെറ്റപ്പ് കാണിക്കുന്നുണ്ട്. ഏത് ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേവ് ഫയലെല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഇതിലെടുക്കുന്നുണ്ട്. അതിൽ കേൾക്കാൻ നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാനിപ്പോൾ ഒരു ആമ്പിലേക്ക് ഇവിടുത്തെ ഇതിൻ്റെ ഔട്ട് എടുത്ത് കൊടുത്ത് കാണിച്ചു തരാം. ഇതിൽ 30 വരെയാണ് വോളിയം ഉള്ളത്.
ഞാനിപ്പോൾ ഓഡിയോ ഇങ്ങനെ കാണിച്ചതെന്ന് വെച്ചാൽ നമുക്ക് കോപ്പി റേറ്റ് വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്പീഡ് റിപ്ലൈ ചെയ്ത് കാണിച്ചത്. ഇപ്പോൾ നമ്മൾ എല്ലാ ഫയലുകളും ഒരു ജെർക്കും കൂടാതെ എടുക്കുന്നുണ്ട്. ഇനി ഇതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉപയോഗിച്ച് നോക്കിയാൽ അറിയാവും. സംഭവം ഇപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ ടെസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ കൊള്ളാം, നല്ല മൊഡ്യൂളാണ്. വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഇതിപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആംപ്ലിഫയറിൻ്റെ പാനലൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അതിന് കംപ്ലയിൻ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ കിട്ടുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് സാധനം വാങ്ങിച്ചത് നമ്മൾ തിരുവനന്തപുരം SM ഇലക്ട്രോണിക്സിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്ക് ഏകദേശം ഒരു 2000-2500 രൂപ റേഞ്ചിനകത്തായിട്ടുണ്ട് വാങ്ങിച്ചപ്പോൾ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് SM ഒരു കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു ആംപ്ലിഫയർ ഉടനെ അസംബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടെ പറയാം. നമ്മളിപ്പോൾ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇത് വാങ്ങിച്ച് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ നമ്മളിനി അടുത്ത പുതിയ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.